ഹായ്. ഇപ്പം ശിവരാത്രിയായിട്ട് നമ്മൾ വാഴയില എടുക്കാൻ പോവാണ്. ഭഗവാനുള്ള എരിക്കൻ പൂവ്, അതുപോലെ തന്നെ പറ്റുമെങ്കിൽ കൂവളത്തിലയും എടുക്കണം. ഞാൻ നോക്കട്ടെ. നമുക്കങ്ങനെ എരിക്കൻ പൂവ് കിട്ടി. ഞാൻ കാണിക്കാം. ഈ ഒരു കവർണത്തും ഉണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. അങ്ങനെ നമ്മൾ തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിന് ഫ്രണ്ടിലെത്തി. അവിടെ നല്ല തിരക്കാണ്, പോലീസുകാരൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ അവിടെ കാള എഴുന്നള്ളത്തും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ ഭഗവാനെയും ഭഗവതിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ഇതാണ് നമ്മൾ കാണുന്നത്. ആദ്യം ഭഗവതി വരുന്നു, ആനയുടെ മുകളിൽ കയറി വരുന്നു. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. എന്താ പറയുക, മഹാദേവൻ്റെ നടക്കെ നമ്മൾ ഒരു പ്രാവശ്യം പോയി തൊഴുതെങ്കിൽ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഇത് നമുക്ക് ഫീലിങ്സ് കറക്റ്റ് പറഞ്ഞ് കിട്ടത്തുള്ളൂ. അവിടുത്തെ ഉത്സവ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കണ്ട് തന്നെ മനസ്സിലാക്കണം. അല്ലാതെ ചുമ്മാ റൗണ്ട് അടിച്ച് പോയി അങ്ങനൊന്നും കാര്യമില്ല. ഭഗവതിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ തൊട്ട് പുറകിൽ ഭഗവാനും ഉണ്ട്. അവിടെ വന്ന് എതിരേൽക്കാനായിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ്. എന്താ പറയണ്ടേ, ശരിക്കും പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ രോമാഞ്ചം കൊള്ളുന്ന ഒരു പ്രതിനിധിയായിരുന്നു നമുക്ക്. എനിക്കറിയത്തില്ല, ഞാൻ കൈലാസനാഥൻ സീരിയൽ കണ്ടതിന് ശേഷമാണ് ഭഗവാനെ കൂടുതൽ തൊട്ടറിഞ്ഞത്. ഈ ആന നിൽക്കുന്ന ആ പോർഷനിലാണ് ശരിക്കുള്ള ശിവലിംഗം. അതായത് ഹനുമാൻ സ്വാമി വാലുകൊണ്ട് പൊക്കിയതായിട്ട് പറയുന്നത് കൊണ്ടാണ് ആ കവിയൂർ ക്ഷേത്രം ഇരിക്കുന്ന അത്രയും പോർഷൻസ് പൊങ്ങിയിരിക്കുന്നതായിട്ടെന്ന് പറയുന്നത്. ശ്രീരാമസ്വാമി പറഞ്ഞ അനുസരിച്ച് ഒരു ശിവലിംഗം എടുക്കാനായിട്ട് പോയതാണ്. അങ്ങനെയാണ് ഐതിഹ്യം ഒരു സൈഡിൽ കൂടെ പറയുന്നത്. അങ്ങനെയാണ് അവിടെ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയും വരുന്നത്. അവിടെ ആ ശിവലിംഗത്തിൽ തന്നെ ഹനുമാൻ സ്വാമിയുടെ വാലിൻ്റെ പാട് ഉള്ളതായിട്ടും പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ എൻട്രൻസിൻ്റെ അവിടെയുള്ള ശിവലിംഗം. ആനപ്പുറത്ത് ഭഗവാനും ഭഗവതി എഴുന്നള്ളി. ഇനിയിപ്പം ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൈക്കുട്ടിക്കളിയാണ്. അതിലൊരു കുഞ്ഞാവയും ഉണ്ടായിരുന്നു. ആ കുഞ്ഞാവയ്ക്ക് അതുണ്ടായത് കൊടുത്തതാണ് ഇപ്പോൾ കണ്ടത്.
തീരുമാനമായി ഭയങ്കര റേറ്റിംഗ് ഭഗവാനെയും ഭഗവതിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് നമ്മൾ കുറേ അവിടെ നാമജപങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീകോവിലിലേക്ക് ഭഗവാന്റെ തിടമ്പേറ്റി കൊണ്ടുപോവുകയാണ് അവിടുത്തെ തന്ത്രി. അതുപോലെ തന്നെ ഇപ്പം മഹാദേവൻ്റെ ആണ് കൊണ്ടുപോയത്. അതുപോലെ തൊട്ട് പുറകെ ദേവിയുടെയും കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നന്ദികേശനും ഉണ്ട്. നമ്മുടെ നന്ദികേശനോട് ഒരു കാര്യം പറയാതെ നമ്മൾ നടക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ഭൂതഗണങ്ങളാണ് നമ്മളെ ആദ്യം വരവേറ്റ് ഭഗവാന്റെ നടക്കിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നന്ദികേശൻ, അത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ, അത് കഴിഞ്ഞിട്ടാണ് പാർവതി മാതാവ്. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം സമയം ഒത്തിരിയായി, എന്നാൽ പോലും എനിക്ക് അവിടെ നിന്ന് വരണമെന്നില്ല. പക്ഷെ അമ്മയച്ഛനെ വിളിച്ചുകൊണ്ട് വരുന്നതാണ്. ഹായ്. അപ്പം അങ്ങനെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നു. ഇപ്പം സമയം 10:38. ഭവനെ കണ്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തായാലും ഒരു തീരുമാനമാവും. അത് മതി. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.